നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. 8 മണിക്കൂർ നേരം കുതിർത്ത കടലയാണിത്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുപൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കടല കല്ലിച്ചു പോകും. ഇനി ഇത് നമുക്കൊരു 8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും കടലയെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 8 വിസിൽ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം പോയി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. കടലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കണം. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മതിയാകും. ഇതിനി നമുക്ക് വേവിച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും കടലയിലേക്ക് ഉപ്പെല്ലാം നന്നായി പിടിച്ച് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. കടലയെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും മതിയാകും. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.